അപ്പൊ അങ്ങയോട് ഞാൻ ചോദിച്ചത് പ്രാർത്ഥനയും പ്രവൃത്തിയുമാണ്. പക്ഷെ ഇതിന്റെ എല്ലാ ഉത്ഭവം ധ്യാനത്തിൽ നിന്ന് വേണം. ഇതിനകത്ത് ആദ്യം ഒരു ധ്യാനം എന്ന് പറയുന്നതിന് മുമ്പ് കുറച്ച് അവസ്ഥകളുണ്ട്. അത് അഷ്ടാംഗയോഗ പ്രകാരം വരുവാണെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഇതെല്ലാം നമ്മള് ജീവിതത്തിൽ പിന്തുടരേണ്ട ആവശ്യകതയുണ്ട്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധ്യാനം, ധാരണ എന്ന് പറയുന്നത്. സാധാരണ ഒരു ജീവിതത്തില് അങ്ങീ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാതെയാണെങ്കിലും കുറെ സംഭവിക്കുന്നില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും. അപ്പൊ അറിയാതെയാണെങ്കിലും ഇത് സംഭവിക്കുന്നതുകൊണ്ടാണല്ലോ ഈ കാര്യങ്ങള് യോഗ്യതയോടെ മുന്നോട്ട് പോവുക ഒരു മനുഷ്യനെ സംബന്ധിച്ച്. അതെ, അത് ചിട്ടപ്പെടുത്തുമ്പോഴാണ് അതിന് പ്രാപ്തി കൂടുതലുന്നത്. ഇപ്പൊ പുതിയ ആചാര്യന്മാര് വരുമ്പോ ഇതിനെല്ലാം കീഴ്മേൽ മറയ്ക്കുന്നു എന്നുള്ളതാണ് അവിടെ. അപ്പൊ ഇതിന് ചിട്ടപ്പെടുത്തൽ ആവശ്യമുണ്ട്. തൊഴാൻ പഠിപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ? താമര മുട്ട് പോലെ കൈ കൂമ്പണം, കണ്ണു മൂക്കിന്റെ തുമ്പിലേക്ക് നോക്കണം. താമരമൊട്ട് പോലെ കൈ കൂമ്പി നിന്ന് തൊഴണമെന്ന് പറയുമ്പോ തന്നെ ഞാൻ തൊഴുന്നത് ശരിയാണോ അല്ലയോ, അവിടെയാണ് ശ്രദ്ധ. തൊഴുന്നതിലല്ല ശ്രദ്ധ വരുന്നത്. മനസ്സ് മാറി ഭക്തി അവിടെ ഉണ്ടാവുന്നില്ല. ഇത് ഞാൻ ചെയ്തത് യുക്തിയാണോ, അതാണ് ചിന്ത. അവിടെ യുക്തി കയറി വന്നു കഴിഞ്ഞു. ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും അമ്പലത്തിൽ പോയി ധ്യാനിക്കണം എന്നതിന് പകരം പ്രാർത്ഥിക്കണമെന്നാക്കി. നീ പഠിക്കൂ എന്ന് പറയുന്നതിന് പകരം നീ പ്രാർത്ഥിക്കൂ, നീ പ്രവർത്തിക്കൂ എന്ന് പറയുന്നതിന് പകരം നീ പ്രാർത്ഥിക്കൂ.